വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജെം സ്റ്റോണിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. കാൽസൈറ്റ് എന്നാണ് ആ സ്റ്റോണിന്റെ പേര്. ഈ ഒരു ക്രിസ്റ്റൽ കാണുന്ന സമയത്ത് ഒരു ഐസിന്റെ ഒക്കെ ക്യൂബായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം. നാച്ചുറലി ഈ ഒരു കാൽസൈറ്റ് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്ന ഒരു റഫ് ഷേപ്പാണിത്. ഇത് ട്രൈഗണൽ ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് ഫോം ചെയ്യുന്നത്. ഇത് കളർലെസ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ്. ഇതിന് ഐസ്ലൻഡ് സ്പാർ എന്നുള്ളൊരു പേര് കൂടെ ഉണ്ട്. കാരണം ഐസ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ് മെയിൻലി ഇതിന്റെ മൈനിങ് നടക്കുന്നത്. ഈ ഒരു കളർലെസ് സ്റ്റോണിനെയാണ് ഐസ്ലൻഡ് സ്പാർ അല്ലെങ്കിൽ കാൽസൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ വരുന്നത് കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ CaCO3 ആണ്. അതേപോലെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹാർഡ്നെസ് കുറച്ച് ലോ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണിത്. ഹാർഡ്നെസ് നമ്പർ 3 ആണ് ഇതിന്റെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഒക്കെ ഇത് ജെം സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് അതേപോലെ ഡാമേജസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോൺ ആണ്. പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിന്റെ ഡബ്ലി റിഫ്രാക്റ്റീവ് നേച്ചർ ആണ്. അതായത് ലൈറ്റ് ഈ ഒരു ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് രണ്ടായിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ആ ഒരു ലൈറ്റ് റേയെ. അപ്പോൾ ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ബാക്കിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്റെ ഫിംഗർ എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഡബിൾ ഇമേജ് ആയിട്ട് അത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡബ്ലി റിഫ്രാക്റ്റീവ് നേച്ചർ ആ ഒരു സ്റ്റോണിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു നേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ജെം സ്റ്റോൺ ഇൻഡസ്ട്രി കൂടാതെ മറ്റ് പല ഇൻഡസ്ട്രികളിലും ഈ ഒപ്റ്റിക്കൽ സാധ്യതകളൊക്കെ ഉള്ള ഇൻഡസ്ട്രികളിൽ മെയിൻലി മൈക്രോസ്കോപ്പ് ഉണ്ടാക്കുന്ന, അതേപോലെ പ്രിസം, പിന്നെ ഡൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്, ഇതുപോലുള്ള ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാൽസൈറ്റിന്റെ ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പുരാതന കാലത്ത് സ്കാൻഡിനേവിയൻ റീജിയനിലൊക്കെ താമസിച്ചിരുന്ന വൈക്കിങ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവര് നാവിഗേഷനൊക്കെ വേണ്ടിയിട്ട് സണ്ണിന്റെ ഡയറക്ഷൻ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ കാൽസൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഷേപ്പ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിന്റെ 6 സൈഡ്സ് ഉള്ള പ്രിസം ഫേസസ് കാണാം. അതേപോലെ തന്നെ ഇതിന്റെ ടോപ്പ് വരുന്നത് ഒരു പിരമിഡൽ ഫേസിലാണ്. അതേപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ഒരു പിനക്കോയിഡൽ ഫ്ലാറ്റ് ബേസിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നാച്ചുറലി ട്രൈഗണൽ ഷേപ്പിൽ കാണുന്നത്. ഇത് കൂടാതെ തന്നെ റോംബോഹെഡ്രൽ എന്ന് പറയുന്ന ഒരു ഷേപ്പിലും ഇതിന്റെ ഒരു ഹാബിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ കളർലെസ് കൂടാതെ മറ്റു പല കളറിലും യെല്ലോ, പിങ്ക്, ഗ്രീൻ തുടങ്ങിയ കളറിലൊക്കെ റയർലി കാൽസൈറ്റിന്റെ ക്രിസ്റ്റൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളമാണ് കാൽസൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. വേറൊരു സ്റ്റോണുമായിട്ട് കാണുന്നത് വരെ ബൈ.